अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതയേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ശ്രീ മഹാഭാരതത്തിൽ പരിശോധിക്കുന്നത് ഭരദ്വാജപുത്രനായ ദ്രോണരുടെ ജനനവും അനുബന്ധ ജീവിത കഥകളുമാണ്. തപോനിരതനായ ഭരദ്വാജമുനി മറ്റു മുനികൾക്കൊപ്പം ഗംഗയുടെ സമീപം മുനിവൃത്തികളിൽ ഏർപ്പെട്ട് താമസിച്ചു വരികയായിരുന്നു. ഒരിക്കൽ മുനി ഒറ്റയ്ക്ക് ഗംഗയിൽ കുളിക്കുന്നതിനായിട്ട് പുറപ്പെടുകയും അവിടെ വന്നപ്പോൾ ഈറനുടുത്ത് അവിടെ നിൽക്കുന്ന ഘൃതാജിയെ കാണുകയും ചെയ്തു. ഈറനുടുത്ത് നിന്നതുകൊണ്ട് തന്നെ അവളുടെ ശരീര സൗന്ദര്യം മുനി ആസ്വദിക്കുകയും വികാരഭരിതനാവുകയും ചെയ്തു. അതുമൂലം ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചു. ആ രേതസ് നിഷ്ഫലമാകരുത് എന്ന് കരുതി ഒരു ദ്രോണ പാത്രത്തിൽ അടച്ചു വയ്ക്കപ്പെട്ടു. അതൊരു തരം കുടമാണ്. ആ ദ്രോണത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് ദ്രോണർ എന്ന് പേരിട്ടു. യുദ്ധമുറകളും ആയുധ വിദ്യകളുമൊക്കെ ഭരദ്വാജൻ ആ മകന് പറഞ്ഞു കൊടുത്തു. കൂടാതെ മുനിയുടെ ശിഷ്യനായ അഗ്നിവേശൻ ആഗ്നേയാസ്ത്രം ദ്രോണരെ പഠിപ്പിച്ചു. പൃഷത രാജാവിൻ്റെ പുത്രനായ ദ്രുപദനും ദ്രോണർക്കൊപ്പം പഠിക്കാനും സൗഹൃദത്തിനും ഉണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ പൃഷതൻ മരിക്കുകയും ദ്രുപദൻ രാജാവുകയും ചെയ്തു. പിതാവിൻ്റെ മരണശേഷം ദ്രോണരും ആ വനത്തിൽ തപസ്സിൽ മുഴുകി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പിതൃക്കളുടെ ഹിതമനുസരിച്ച് കൃപ സഹോദരിയായ കൃപിയെ വിവാഹം കഴിച്ചു. അവരുടെ കുട്ടി ജനിച്ചപ്പോഴേ കുതിരയുടെ ശബ്ദം കേട്ടു എന്നുള്ളതിനാൽ അശ്വത്ഥാമാവ് എന്ന് പേര് ലഭിച്ചു. അശ്വത്ഥാമാവിനെ ദ്രോണർ അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചെങ്കിലും ദ്രോണരെ ദാരിദ്ര്യം വിട്ടുമാറിയില്ല. ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദ്രോണര് വളരെ ബുദ്ധിമുട്ടി. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മഹേന്ദ്രപർവ്വതത്തിൽ ഭാർഗവരാമൻ യഥേഷ്ടം ധനം ദാനം ചെയ്യുന്നു എന്ന വിവരം അറിഞ്ഞത്. അതനുസരിച്ച് ദ്രോണർ അവിടെ എത്തി. ആ ദ്രോണർ എത്തുമ്പോഴേക്കും രാമന്റെ കൈവശമുള്ള ആ ധനമൊക്കെ തീർന്ന അവസ്ഥയാണ്. രാമൻ പറഞ്ഞു, എൻ്റെ കൈവശമുണ്ടായിരുന്ന ധനമെല്ലാം വിതരണം നടത്തി കഴിഞ്ഞു.
നിനക്ക് ഞാൻ അസ്ത്രപ്രയോഗം നടത്താനുള്ള മാർഗം പറഞ്ഞു തരാം. ഗൂഢതത്വത്തോടു കൂടിയ അസ്ത്രപ്രയോഗങ്ങളും ധനുർവേദത്തിലുമൊക്കെ ദ്രോണര് വേണ്ട വിധമുള്ള അറിവ് ഭാർഗവരാമനിൽ നിന്ന് നേടി. വിദ്യകളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഭക്ഷണ പ്രശ്നം പരിഹരിക്കുന്നതിന് പാഞ്ചാല രാജ്യത്ത് ചെന്ന് ദ്രുപദനെ കാണുന്നതിന് തീരുമാനിച്ചു. മലിനവേഷധാരിയായ ദ്രോണരെയും കുടുംബത്തെയും രാജാവ് സ്വീകരിച്ചില്ല. വിദ്യാഭ്യാസ കാലത്തുണ്ടായിരുന്ന സൗഹൃദവും എന്നും പറഞ്ഞ് ഇവിടെ കണ്ടേക്കരുത് എന്ന് പറയാൻ കൂടി ദ്രുപദർ തയ്യാറായി. സമന്മാരിൽ മാത്രമേ സൗഹൃദം നിലനിൽക്കുകയുള്ളൂ എന്ന് രാജാവ് ദ്രോണരെ ഓർമ്മിപ്പിച്ചു. രാജാവിനോട് സംസാരിക്കേണ്ട രീതിയിലല്ല ദ്രോണർ സംസാരിച്ചത് എന്നുകൂടി ദ്രുപദൻ പറഞ്ഞു. അപമാനിതനായ ദ്രോണർ ഹസ്തിനാപുരിയിലേക്ക് പോവുകയും കൃപരുടെ ഭവനത്തിൽ രഹസ്യമായി താമസിക്കുകയും ചെയ്തു. രാജകുമാരന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നിടത്ത് കൃപർക്കൊപ്പം അശ്വത്ഥാമാവും പോയി തുടങ്ങി. ഹസ്തിനാപുരിയിലെ രാജകുമാരന്മാരെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പന്ത് സമീപത്തെ കിണറ്റിൽ വീഴുകയും അതെടുക്കാൻ അവർ പരിശ്രമിച്ചിട്ട് സാധിക്കാതെ വരികയും ഇരുന്ന സന്ദർഭത്തിലാണ് ദ്രോണർ അതുവഴി വന്നത്. പ്രായമുള്ള ഒരു ആളിനെ കണ്ടപ്പോൾ അതിൽ കവിഞ്ഞ വിവരങ്ങളൊന്നും അവർക്കറിയത്തില്ല. അവർ ചോദിച്ചു, ഈ പന്തെടുക്കാൻ ഞങ്ങളെ സഹായിക്കാമോ? ദ്രോണർ പറഞ്ഞു, നിങ്ങൾ ക്ഷത്രിയരായണൊക്കെ ഇത് സാധിക്കാത്തതാണ്. ഞാനിതാ എൻ്റെ മോതിരം ഈ കിണറ്റിലിടുന്നു, പന്തിനൊപ്പം മോതിരവും കൂടി എടുക്കുന്ന വിദ്യ ഞാൻ കാണിക്കാം. പ്രതിഫലമായിട്ട് എനിക്ക് ഭക്ഷണത്തിനുള്ള മാർഗം ഉണ്ടാക്കിത്തരണം. യുധിഷ്ഠിരൻ പറഞ്ഞു, അത് ഞങ്ങൾ സാധിച്ചു തരാം. ദ്രോണർ ആദ്യം പന്തും പിന്നീട് മോതിരവും ഏരക പുല്ല് ഉപയോഗിച്ച് എടുത്തു. കുമാരന്മാർ ഉടൻ തന്നെ വിവരം ഭീഷ്മരെ അറിയിക്കുകയും ഭീഷ്മർ ആളുവിട്ട് ദ്രോണരെ വെളുപ്പിക്കുകയും ചെയ്തു. കുട്ടികളെ അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നതിനെ ഞാൻ അങ്ങേ അന്വേഷിച്ചിരിക്കുകയായിരുന്നു എന്ന് ഭീഷ്മർ പറഞ്ഞു. ബാല്യകാല സുഹൃത്തായിരുന്ന ദ്രുപദനെ കണ്ടപ്പോഴുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ ദ്രോണരും പങ്കുവച്ചു. ദ്രോണർക്ക് താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ ഭീഷ്മർ നൽകി. ഒരിക്കൽ ശിഷ്യന്മാരോട് ദ്രോണർ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അത് നിങ്ങൾ സാധിച്ചു തരണം. ധൃതരാഷ്ട്രപുത്രന്മാര് മറുപടിയൊന്നും പറഞ്ഞില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതേ ഉള്ളൂ. ആ സമയത്താണ് അർജുനൻ പറഞ്ഞു, അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ഗുരു അർജുനെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു പ്രത്യേക താല്പര്യം അർജുനോട് ഗുരുവിന് ഉണ്ടായി. അത് പലർക്കും അസ്വസ്ഥത ഉളവാക്കി, പ്രത്യേകിച്ച് രാധേയന്. അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ദ്രോണർ പാചകക്കാരനൊരു നിർദ്ദേശം കൊടുത്തു, നീ ഇരുട്ടത്ത് അർജുനന് ഭക്ഷണം കൊടുക്കരുത്. അങ്ങനെ ചെയ്താലേ കണ്ണെത്താത്തടത്തും അസ്ത്രപ്രയോഗം നടത്തും എന്നുള്ളത് കൊണ്ടാണ് ഗുരു അത് പറഞ്ഞത്. എന്നാൽ ഒരിക്കൽ ഭക്ഷണത്തിനിടയ്ക്ക് വെളിച്ചം നഷ്ടപ്പെടുകയും അർജുനൻ ഭക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം അർജുനോട് ദ്രോണർ പറഞ്ഞു, നിനക്ക് സമനായിട്ടൊരു ശിഷ്യൻ എനിക്കില്ല. പിന്നീട് പല വിദ്യകളും അർജുനനെ ഗുരു പഠിപ്പിച്ചു. ഒരിക്കൽ നിഷാദ രാജാവായ ഹിരണ്യധനുഷിന്റെ മകൻ ഏകലവ്യൻ ദ്രോണരെ അസ്ത്രവിദ്യ പഠിക്കുന്നതിന് സമീപിച്ചു. നീ എന്നും ഇവിടെ വന്ന് പരിശീലനം നേടുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ നിന്റെ ഗ്രഹത്തിന് സമീപം തന്നെ പഠിക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് ഏകലവ്യൻ പുറപ്പെടുകയും മണ്ണുകൊണ്ട് ഗുരുവിൻ്റെ ഒരു രൂപം തീർത്ത് ഗുരുവിനെ സങ്കല്പിച്ച് അതിൻ്റെ മുമ്പിൽ അസ്ത്രാഭ്യാസം നടത്തുകയും ചെയ്തു. ഒരിക്കൽ യുധിഷ്ഠിരനും സംഘവും നായാട്ടിന് പോയ ഒരു സന്ദർഭത്തിൽ ഒപ്പമുള്ള നായ കുരച്ചപ്പോൾ ഏകലവ്യൻ അമ്പെയ്യുകയും അമ്പ് കൊണ്ട് നായ വിഷമ സ്ഥിതിയിലാവുകയും ചെയ്തു.
കുമാരന്മാർ അമ്പെയ്ത ആളിനെ കണ്ടുപിടിച്ച് പേരും ഗുരുവും ഒക്കെ ചോദിക്കുകയും ഏകലവ്യൻ വിവരങ്ങളൊക്കെ പറയുകയും ചെയ്തു. ആ വിവരം കുമാരന്മാർ ദ്രോണരെ അറിയിക്കുകയും പരിഭവം പറയുകയും ചെയ്തു. അർജുനൊത്ത ഒരു വില്ലാളി വേറെ ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് കുമാരന്മാർ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ദ്രോണർ അർജുനുമായിട്ട് ഏകലവ്യനെ കാണാൻ വരികയും എൻ്റെ ശിഷ്യനാണെങ്കിൽ ദക്ഷിണ നൽകണമെന്ന് ഗുരു ആവശ്യപ്പെടുകയും ചെയ്തു. ദക്ഷിണ നൽകാൻ തയ്യാറായ ഏകലവ്യനോട് ദ്രോണർ അമ്പെയ്യാൻ ഏറ്റവും സഹായകരമായ തള്ളവരിലാണ് ആവശ്യപ്പെട്ടത്. ഏകലവ്യൻ ഒട്ടും മടികൂടാതെ തള്ളവരിൽ മുറിച്ച് ദ്രോണർക്ക് നൽകുകയും അത് കണ്ടപ്പോൾ അർജുനന് അവനോട് വലിയ ബഹുമാനം തോന്നുകയും ചെയ്തു. ഏകലവ്യന് വരം നൽകി അർജുനുമായിട്ട് ദ്രോണര് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. നാളെ നമുക്ക് അഭ്യാസ പരീക്ഷയെപ്പറ്റി മനസ്സിലാക്കാം. ഓം വിഷ്ണവേ നമഃ. ഓം നാരായണായ നമഃ. ഈ ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.